തിരുമറയൂർ ശ്രീരാമ ക്ഷേത്രത്തെ സംബന്ധിച്ച് എനിക്കുണ്ടായൊരു അനുഭവം പറയാം. ഞങ്ങളിവിടെ 2 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ ആ വരുന്ന സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന സമയം, അവർക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ, ഒരാളുടെ കല്യാണം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ടൈമിൽ എല്ലാം കൂടി നമുക്ക് മനസ്സ് ആകെ ഒരു വരിഞ്ഞു മുറുകുന്ന സന്ദർഭത്തിലാണ് ഞാനിവിടെ വന്ന് പെടുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വന്ന് നമ്മൾ താമസ സ്ഥലത്തെ ഒരു ദേശാധിപൻ എന്നുള്ള നിലയിൽ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച്, ഭഗവാൻ എങ്ങനെയെല്ലാം ഞാൻ ഓട്ടത്തിലാണ്, എനിക്ക് അതിനെല്ലാം ഒരു സമാധാനം ഇവിടെ നിന്ന് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ഇറങ്ങി പോവുകയാണ്. അപ്പോഴൊക്കെ വളരെ ഒരുപാട് സങ്കടമുള്ള അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഏത് കാര്യങ്ങളാണ് ആദ്യം നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഏതിലാണ് പ്രാധാന്യം കൊടുക്കുക? കാരണം എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. മക്കളുടെ കല്യാണം, വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നു, അവർക്കൊരു ജോലി, വീട് പണി നടക്കുന്നു. അപ്പോൾ ആകെ ഒരു സംഘർഷഭരിതമായ മനസ്സുമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. പക്ഷേ വന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ ഇവിടെ തിരുമേനിയോട് ഞാനിങ്ങനെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ നടക്കുകയാണ് കാര്യങ്ങൾ, അപ്പോൾ പ്രാർത്ഥന പൂജ എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞത്, ശരി, ഒരു വടമാല ഭഗവാന്, ഹനുമാൻ സ്വാമിക്ക് ഒരു വടമാലയും ഭഗവാൻ ഒരു പാൽപ്പായസം കഴിച്ചിട്ട് പൊക്കോ, എല്ലാം ശരിയാകും. ഇനി വരുമ്പോൾ ഇതെല്ലാം ആയി എന്ന് പറഞ്ഞ വാർത്തയാണ് എനിക്ക് കേൾക്കേണ്ടത്. പോയിട്ട് വന്നു, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. ഒരു 10 ദിവസത്തിനകത്ത് എൻ്റെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടായെന്നുള്ളതാണ്. വളരെ സന്തോഷമായിട്ട് കല്യാണം നടന്നു, ഭംഗിയായിട്ട് തന്നെ മോൻ്റെ കല്യാണം നടന്നു. വീടിൻ്റെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയി, അവർക്ക് പുറത്തേക്ക് പോകാനുള്ള അതുമെല്ലാം 10-21 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പെട്ടെന്ന് എന്തൊക്കെയോ തടസ്സങ്ങൾ എവിടേക്കോ ഉണ്ടായിരുന്നു, അതെല്ലാം ശ്രീ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ട് എല്ലാം പെട്ടെന്ന് നടന്നു. എനിക്കും വളരെ ആശ്വാസം തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. ഭഗവാനോട് അത്രയും മനസ്സിൽ എനിക്ക് എന്താ അതിന് പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ ഒത്തിരി അതാണ് ഞാൻ എൻ്റെ സ്വന്തം അനുഭവം. ഒരുപാട് സംഘർഷമുള്ള മനസ്സുമായിട്ട് കയറി വന്നിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ കാര്യത്തിലും എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി. വേറെ ആരുമില്ല നമുക്ക് സഹായിക്കാൻ. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിട്ട് ഭഗവാനല്ലാതെ വേറെ നമുക്ക് ഒരു ആശ്രയവും ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ കെട്ടിപ്പിടിക്കുകയാണ്. ഭഗവാനെ, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഭഗവാന്റെ കാരുണ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാദങ്ങളിൽ വീണ് കഴിഞ്ഞ് ഒരിക്കലും ഭഗവാൻ നമ്മളെ നിറഞ്ഞ മനസ്സോടെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. ഒരു തടസ്സവുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിൽ ഒരുപടി മുകളിൽ തന്നെ ഭഗവാൻ നമുക്ക് തരും.